ഇവനെ പൊരിച്ച് ചോറും കൂടി ഒരു പിടുത്തം പിടിച്ചാൽ എന്റെ മക്കളെ സ്വർഗം കാണും. അമ്മാതി സാധനമാണ്. മത്തിയാണ് മക്കളെ മീനുകളിൽ ടേസ്റ്റ്. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ കോൾബിച്ചേട്ടൻ കൊണ്ടുവന്നേക്കണ നല്ല കിടിലം കിടുക്കാച്ചി കിടുക്കോസ്റ്റ് മത്തി ചാള. ആഹാ എന്റെ മക്കളെ, ഇപ്പൊ ഇതിന് സീസണാട്ടോ. കുറെ പ്രാവശ്യമായി കോൾബിച്ചേട്ടൻ കാണിക്കണത്. അപ്പൊ ഇന്ന് വരെ നല്ല അടിപൊളിയായിട്ട് പൊരിക്കണം, കറി വെക്കണം, എല്ലാം സെറ്റ് ചെയ്യണം. തിളപ്പിക്കണം ഏട്ടാ, തിളപ്പിക്കുകയും ചെയ്യണം, പൊരിക്കുകയും ചെയ്യണം മക്കളെ. നല്ല വെറൈറ്റി ആയിട്ട്, നല്ല വെറൈറ്റി അല്ല എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ്. വറക്കണമെന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കിയാണ് തന്നത്. ശരിയാക്കി തന്നെന്ന് പറഞ്ഞാൽ ഹോട്ടലിലോട്ട് ശരിയാക്കി വെച്ചതാണ്. അപ്പൊ വേറെ മീൻ അവിടെ ഉണ്ടായില്ല. അപ്പൊ മത്തിയാണെന്ന് വെച്ചാൽ പറഞ്ഞു മത്തിയുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിലോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോന് 200 രൂപയാണ്. ഇത് 1 കിലോ ഇല്ല, 950 ഗ്രാം ഉണ്ട്. അപ്പോൾ ലാഭമല്ലേ, ഇതിൻ്റെ തലയും കുടലും എല്ലാം കൂടി പോയി കഴിയുമ്പോൾ നമുക്ക് ലാഭം തന്നെയാണ്. ശരിയാക്കിയും കിട്ടി, ഒരു പണിയില്ല. ആഹാ എൻ്റെ മക്കളെ സെറ്റ് പവർ പിന്നല്ല. അപ്പം ഇങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ പൊളപ്പൻ. ഉപ്പിട്ടിട്ടുണ്ട് മക്കളെ, നല്ല അടിപൊളിയായിട്ടൊന്ന് ഇങ്ങനെ ഉളുമ്പൊക്കെ കളഞ്ഞെടുക്കാം. അവർ ഉളുമ്പൊന്നും കളയില്ലല്ലോ. അധികം ഉളുമ്പ് കളയാന്നാലേ മുട്ടയൊക്കെ അങ്ങോട്ട് പോയി. ഒരു സാധനം ചെറുതാണ് മക്കളെ, പക്ഷെ എല്ലാത്തിനും മുട്ട ഉണ്ട് കേട്ടാ, അടിപൊളിയാട്ടാ. അപ്പൊ ഇവര് വെട്ടിത്തേക്ക് കൊണ്ട് ഈ മുട്ട അങ്ങനെ തന്നെ വെച്ചോട്ടാ ഹോട്ടലിലോട്ട് ആയതുകൊണ്ടാണ്. പിന്നെ ഹോട്ടലുകാർ അതിനകത്തുനിന്ന് ഇത് കണ്ട, ഇതിനകത്തുനിന്ന് മുട്ട മാത്രം എടുത്തിട്ടുണ്ടല്ലോ, അവര് ഒരു കറിയും കൂടി ഉണ്ടാക്കും ഹോട്ടലിൽ. നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ ശരിക്കും ഉളുമ്പൊക്കെ പോയിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കാം. അപ്പോൾ ഇവർ ഹോട്ടലിലോട്ട് വെട്ടുമ്പോൾ ഇത് കണ്ട മക്കളെ, ഇത് തല കണ്ട, ഇതേപോലെ കൂർപ്പിച്ചേ വെട്ടുള്ളൂ. ഇതിൻ്റെ ചെകളയും വേസ്റ്റൊക്കെ കളഞ്ഞിട്ടെ ഇതേപോലെ വെട്ടുള്ളൂ. അപ്പം നല്ല അടിപൊളിയായിട്ട് തേച്ച് കഴുകി സെറ്റാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവൻ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഞാൻ പൊരിക്കണം എന്ന് പറഞ്ഞില്ലേ, പൊരിക്കണം എന്ന് പറഞ്ഞാൽ ദോശക്കല്ലിലില്ലേ, ദോശ പാനിൽ വെച്ചാണ് പൊരിക്കാൻ പോണത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അധികം നമ്മൾ മുക്കി പൊരിച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ അങ്ങനെ പൊരിക്കരുതിട്ട്, അങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനൊക്കെ ഭയങ്കര ബ്ലോക്ക് ഉള്ളവർക്ക് പെട്ടെന്ന് തട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊരിക്കണ്ട, നമുക്ക് ദോശക്കല്ലിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് പൊരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് മക്കളെ, പിന്നെ പൊരിക്കുക എങ്ങനെയാണെന്ന് അറിയാം, വാഴല വെച്ച് അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ രീതിയിലുള്ള മസാലയും വരട്ടി നല്ല അടിപൊളിയായിട്ട് പൊരിക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്കിന്ന് പാനിൽ വെച്ച് പൊരിക്കാം. പിന്നെ എൻ്റെ മക്കളൊക്കെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള കേട്ടാ ഉച്ചക്ക്. ഇത് വേണ്ട, ഈ മുട്ട വേണ്ട മക്കളെ, ഇത് പ്ലെയിൻ മുട്ടയാണ്. പിന്നെ ഇതിനകത്ത് തരിതരി മുട്ടയുണ്ട്, ഇത് തരിതരി മുട്ടയാണ്. അപ്പോൾ കോഴിവീട്ട പൊരിക്കുമ്പോൾ വിന്നാഗിരിയാണ് ഒഴിക്കണത്. പുളിക്ക് വിന്നാഗിരി ഒഴിച്ച് ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോണത് കേട്ടാ. അപ്പോൾ വിന്നാഗിരി ഒഴിക്കാൻ പാടില്ല സാധാരണ, കുഴപ്പമില്ല. നാരങ്ങയാണ്, അതായത് ചെറുനാരങ്ങ പിഴിയണതാണ് നല്ലത്. പക്ഷെ കോൾവിഞ്ഞേട്ടൻ വിന്നാഗിരിയാണ് ഒഴിക്കണത്, കുഴപ്പമില്ല. അതേ ഉള്ളു. പിന്നെ ഒരു കാര്യമുണ്ട് മക്കളെ, നാരങ്ങനെക്കാളും ടേസ്റ്റ് വിന്നാഗിരി ഒഴിക്കണതാണ്. കുഴപ്പമില്ല, അത് ഒഴിച്ച് അത് സാറില്ലെന്ന്. വിന്നാഗിരി വലിയ പ്രശ്നമൊന്നും വരില്ല. എന്തോരോ ആൾക്കാരാണ് വിന്നാഗിരിയൊക്കെ കൂട്ടുന്നത്. എന്നാലും എൻ്റെ മക്കളൊക്കെ വിന്നാഗിരിയുടെ ഉപയോഗം പരമാവധി കുറക്കണം, കോൾവിഞ്ഞേട്ടൻ പറയണേണ് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് വെട്ടിത്തേച്ച് കഴുകി തന്നോണ്ട് നല്ല ഇതാണ്. നമ്മ ശരിക്കും ക്ലീൻ ചെയ്തെടുത്തല്. ഇവൻ്റെ തലയും വാലും ഒക്കെ വെട്ടി കഴുകിയാണ് തന്നത്. അതുകൊണ്ട് കോൾവിഞ്ഞേട്ടന് പണി കുറഞ്ഞ്. അപ്പം നമുക്ക് ഇവരെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. പോരി എൻ്റെ മക്കൾ, നമുക്ക് ഒരുമിച്ച് ഉച്ചക്ക് ഊണടിക്കേണ്ടതല്ലേ. എത്ര മത്തി എടുക്കണം? 1 2 3 4 5, ഒരു അയിലുണ്ട്, 6 7 8 9 എണ്ണം എടുക്കാം മക്കളെ. 9 അല്ല 10 എണ്ണം കറക്റ്റ് ആക്കി എടുക്കാം നമുക്ക്. മുളക് പൊടി ഇട്ട് കൊടുക്കാം മക്കളെ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മക്കളെ, ഗരം മസാല ഇട്ട് കൊടുക്കാം മക്കളെ, വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം മക്കളെ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണോട്ടാ നല്ല അടിപൊളിയായിട്ട്. ഉപ്പിട്ട് കൊടുക്കാം മക്കളെ, ഉപ്പിടാൻ മറക്കരുത് കേട്ടാ. ഇനി പിന്നെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മുട്ടേണ്ടട്ടാ. മുട്ടയൊക്കെ ഈ ഇപ്പോൾ പോയാൽ ചടവട ആവാൻ പാടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം മക്കളെ. ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തേച്ച് പുരട്ടാം. നല്ല അടിപൊളിയായിട്ട് തേച്ച് പുരട്ടിയിട്ടുണ്ട് മക്കളെ. ഇത്തിരി ഇരിക്കട്ടെ, അധികം വേണ്ട മക്കളെ. ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് അവനെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം. ഇവനെ പൊരിച്ച് ചോറും കൂടി ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ മക്കളെ സ്വർഗം കാണും. അമ്മാതി സാധനമാണ്. മത്തിയാണ് മക്കളെ മീനുകളിൽ ടേസ്റ്റ്.
പൊരിച്ചത്. നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മക്കളെ. എന്നിട്ട് ഇവൻ അങ്ങോട്ട് ബെഡ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. 1 2 3 4 നല്ല അടിപൊളിയായിട്ട് വെട്ടി ചെയ്യണം കേട്ടോ. 5 6 ഇരിക്കട്ടെ. 4 അടുത്ത ട്രിപ്പിൽ പൊരിക്കാം. ഇവനൊന്ന് മറച്ചിട്ട് കൊടുക്കാം മക്കളെ. നല്ല അടിപൊളിയായിട്ട് മറിച്ചിടാം. കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നു. നല്ല തീ കൂട്ടി അയച്ചേക്കണം കേട്ടാ. ഇതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വായയിൽ വെള്ളം തന്നെ അമ്മാതിരി സാധനമാണ്. പൊടിയണട്ടാ നല്ലോണം വെന്ത്. ആഹാ ഇതാ ഇത് കണ്ട ഇതേപോലെ അങ്ങോട്ട് മറിച്ചിടണം. സെറ്റ്. എന്നിട്ട് ഇങ്ങനെ ഇഡലി പാത്രത്തിന്റെ മൂടി വെച്ച് ഇങ്ങനെ മൂടി വെക്കണം. അപ്പൊ ശരിക്കും വേഗം ചെയ്യും. ഇങ്ങനെ ഇഡലി പാത്രത്തിന്റെ മൂടി വെച്ച് മൂടി വെക്കണം മക്കളെ. അപ്പൊ ശരിക്കും നല്ല അടിപൊളിയായിട്ട് വേഗം ചെയ്യും. സാധനം സെറ്റായിട്ടുണ്ട് മക്കളെ. ഇതേട്ടാ ഓരോന്നായിട്ട് ഇങ്ങോട്ട് കോര വെക്കാം. അയ്യോ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഓ പുതിയന്മാര് പിള്ളേരുണ്ടോ കമന്റിലൂടെ അറിയിക്കുക. എൻ്റെ പുതിയന്മാരായ കുഞ്ഞുമക്കള് കമന്റിലൂടെ അറിയിക്കുക. അയ്യവാ എന്താ സാധനം. അടുത്ത ലെയറങ്ങാട് നിരത്തി കൊടുക്കാം. ഔ കൈവള്ളി. 3 4 4 ഉണ്ടാ. മത്തിക്കൂട്ട സെറ്റായിട്ടുണ്ടോ മക്കളെ? അതെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ല. ഓഹോ എന്താ മക്കളെ ആ മുട്ട അതും കൂടി ഒരുമിച്ച് കടിച്ച് ചവച്ചിനും വേണ്ടല്ല. ഒരു കിലോ മത്തി അടിച്ചിട്ടുണ്ടല്ല. എല്ലാം കൂടെ പൊരിക്കണം. സെറ്റ് ചെയ്ത് അടിക്കണം. വേറെ ലെവലായിരിക്കുള്ളു. സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം മക്കളെ. ഉള്ളി നല്ല അടിപൊളിയായിട്ട് മൊരിച്ച് വരുമ്പോൾ മക്കളെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് പൊടിയൊന്ന് മുപ്പിക്കാം മക്കളെ. തക്കാളി ഇട്ട് കൊടുക്കാം മക്കളെ. തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കണേ ശരിക്ക് വാടി ഉടയണ്ട കേട്ടോ. തക്കാളി വെന്താ മതി. ഇനി നമുക്ക് നമ്മുടെ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം മക്കളെ. എല്ലാം ഇടണം കേട്ടാ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം മക്കളെ. ശരിക്കും ഇങ്ങനെ ഉടയാത്ത രീതിയിൽ എല്ലാത്തിനും ഇങ്ങനെ പെരട്ടി വെക്കാം. ഇനി ആവശ്യത്തിന് കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മക്കളെ. തക്കാളി ഇട്ടിട്ടുണ്ട്. ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ മല്ലിയില. നമ്മുടെ പൊരിച്ച റെഡി ആയിട്ടുണ്ട് മക്കളെ. ശകലം മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെള്ള ചോറെടുത്തിട്ട് മക്കളെ. എന്നിട്ട് മീൻ പൊരിച്ചത് 3 മീൻ പൊരിച്ചത്, മീൻ കറി, കുറച്ച് ചാറിൻ്റെ കൂടെ തന്നെ അവനും കയറിപ്പോന്നു. 2 കഷ്ണം ചാറും. അപ്പോൾ കോൾബി ചേട്ടൻ്റെ ഉച്ചഭക്ഷണം കോൾബി ചേട്ടൻ അങ്ങനെ അടിക്കാൻ പോണേണ്. നല്ല ആസ്വദിച്ച് നല്ല പൊരിച്ച മീനും നല്ല മത്തി തിളപ്പിച്ചതും. ആഹാ എൻ്റെ മക്കളെ നല്ല വെള്ളച്ചോറ് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കാം. പൊരിച്ച മീൻ ഇങ്ങോട്ട് കിള്ള ഇങ്ങനെ വെക്കാം.
അന്തസ്. ആഹാ, കറി വെച്ച്. എൻ്റെ മക്കളെ, പൊരിച്ചതും കൂട്ടി വേറെ ലെവല്. ഒരു കിലോ ചോറ് തിന്നാം, അമ്മാതിരി ടേസ്റ്റും. മുള്ളു കളയാൻ പാടില്ല, മുള്ളാണ് കാൽസ്യം. അപ്പം എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കോൾ കൂടെ ഇങ്ങോട്ട് പോരുക.